നവംബറിലെ കായികമേള. നവംബറിലെ 3-ാമത്തെ ദിവസമാണ് വാർഷിക കായികമേളയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിരുന്നത്. മാസ്റ്റർ ആ ദിവസം തിരഞ്ഞെടുത്തത് നീണ്ട ഗവേഷണങ്ങൾക്ക് ശേഷമായിരുന്നു. അപൂർവമായി മാത്രം മഴ പെയ്യുന്നൊരു ദിവസമാണ് ഇലപൊഴിയൻ നവംബറിലെ 3-ാം പ്രഭാതമെന്ന് അദ്ദേഹം കണ്ടെത്തി. തലേന്ന് സ്കൂൾ മുറ്റം അലങ്കരിക്കുമ്പോഴും മറ്റുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴും മഴ പെയ്തേക്കുമോ എന്ന് കുട്ടികൾ ഭയന്നു. പക്ഷേ അതുണ്ടായില്ല. കാലാവസ്ഥയെ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ മാസ്റ്റർക്ക് പ്രത്യേക വൈഭവം ഉണ്ടായിരുന്നിരിക്കണം. അല്ലെങ്കിൽ ഒരുപക്ഷെ സൂര്യനെയും മഴക്കാറുകളെയും നോക്കി അദ്ദേഹം അങ്ങ് തീരുമാനിച്ചതാവാനും മതി. എന്തായാലും ഏതോ ഒരു നിഗൂഢ വിസ്മയം എന്ന പോലെ ടോമോയിലെ കായികമേള മുടക്കുവാനായി ഒരു നവംബർ 3-നും മഴ വന്നില്ല. മറ്റെന്തിനും എന്ന പോലെ ടോമോയിലെ കായികമേളയ്ക്കും ഉണ്ടായിരുന്ന ഒരു അപൂർവത. ഇതര എലിമെന്ററി സ്കൂളിനേത് തുല്യമായ 2 മത്സരങ്ങൾ, വടംവലി, 3 കാലിലോട്ടം എന്നിവ മാത്രമായിരുന്നു. മറ്റുള്ളവയെല്ലാം മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ്. വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികളെയൊന്നും ആവശ്യമില്ലാത്തവ. സ്കൂളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങൾ. ഉദാഹരണത്തിന് മീൻ വായയിലൂടെയുള്ള ഓട്ടമെടുക്കാം. മെയ് മാസത്തിലെ ശിശുദിനമേളയ്ക്കായി ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന കൂറ്റൻ എടുപ്പുകളുണ്ട്. മത്സ്യാകൃതിയിലുള്ള കുഴലിന്റെ രൂപത്തിൽ കട്ടിയേറിയ തുണി കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ച് മുടി പിടിച്ചിട്ടുള്ള ഈ എടുപ്പുകൾ അക്കാലത്ത് സുലഭമായിരുന്നു. ഇവയെ സ്കൂൾ മൈതാനത്തിന്റെ മധ്യത്തിലായി സ്ഥാപിക്കുന്നു. മണിയടി കേൾക്കുന്നതും കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകൾ ലക്ഷ്യമാക്കി ഓട്ടം ആരംഭിക്കും. വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തൂടെ തിരിച്ചിറങ്ങണം. തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തുമ്പോൾ മീൻ വായിലൂടോട്ടം അവസാനിക്കുന്നു. ടോമോയിൽ ആകെ 3 മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ചുവപ്പ്, ബാക്കി 2 നീല. അതുകൊണ്ട് 3 പേർക്ക് മാത്രമേ ഒരു സമയം മത്സ്യത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. സംഗതി ലളിതമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം, പക്ഷേ അത്ര എളുപ്പമുള്ളതല്ല. മത്സ്യത്തിന്റെ ഉദരം ദൈർഘ്യമേറിയതും ഇരുട്ടു നിറഞ്ഞതുമാണ്. ദിഗ്ഭ്രമം പിടിപ്പെടാൻ വളരെ സമയമൊന്നും വേണ്ട. ടോട്ടോച്ചാൻ ഉൾപ്പെടെ പല കുട്ടികളും വഴി തെറ്റി മീനിന്റെ വായിലൂടെ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി. അബദ്ധം പിണഞ്ഞെന്ന് മനസ്സിലായപ്പോൾ തിരക്കിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഓടുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. കാഴ്ചക്കാർക്ക് ഭയങ്കര രസം പകരുന്ന ഇനമാണ് ഈ മീൻ വായിലൂടോട്ടം. കുട്ടികൾ മുന്നിലേക്കും പിന്നിലേക്കും പരതി നടക്കുമ്പോൾ കരിമീൻ തടിയൻ ജീവൻ ഉള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും. അമ്മയെ പിടിക്കാനോട്ടം മറ്റൊരു ഇനമാണ്. ചാരി ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഏണിയെ ലക്ഷ്യമാക്കിയാണ് ഓട്ടം ആരംഭിക്കേണ്ടത്. ഏണിയുടെ പടവുകൾക്കിടയിലൂടെ ഇഴഞ്ഞിറഞ്ഞു കയറാനേ പാടുള്ളൂ. മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന തൊട്ടിയിൽ ഒരു കുറിപ്പടക്കം ചെയ്ത കവറുണ്ടായിരിക്കും. അതെടുത്ത് പൊട്ടിച്ചു വായിക്കുക. ഉദാഹരണത്തിന് സാക്കോച്ചാന്റെ അമ്മ എന്നാണ് കുറിപ്പെന്നിരിക്കട്ടെ. കാണികൾക്കിടയിൽ നിന്നും അവരെ കണ്ടുപിടിക്കുകയാണ് അടുത്ത ജോലി. കണ്ടുകിട്ടിയാൽ ഉടൻ അവരെയും കൊണ്ട് ഫിനിഷിംഗ് ലൈനിലേക്ക് പായുക. സംഗതി നിസ്സാരമല്ല. ഒരു പൂച്ചയുടെ വിരുദോടെ പലകൾക്കിടയിലൂടെ നുഴഞ്ഞു കയറണം. ഒന്ന് പതറിയാൽ പുഷ്ടമൊളുക്കിപ്പിടിച്ചത് തന്നെ. ഇനിയുമുണ്ട് കടമ്പകൾ. സാക്കോച്ചന്റെ അമ്മ ഏതാണെന്ന് നല്ല തിട്ടമുള്ള ഒരാളുടെ കുറിപ്പിൽ ചിലപ്പോൾ മിസ് ഒക്കുവിന്റെ ചേച്ചിയെന്നോ, ശ്രീമാൻ തത്സുവിന്റെ അമ്മയെന്നോ, ശ്രീമതി കുനിയോറിയുടെ മകനെന്നോ എന്നൊക്കെയായിരിക്കും എഴുതിയിരിക്കുക. ഈ വ്യക്തിയെ അയാൾ മുമ്പൊന്നും കണ്ടിട്ടുണ്ടായിരിക്കുകയില്ല. ഇത്തരം അവസരങ്ങളിൽ കാണികൾക്കിടയിലേക്ക് ചെന്ന് തൊണ്ട കീറി വിളിക്കണം, മിസ് ഒക്കുവിന്റെ ചേച്ചി എവിടെ?
ഇത്തിരി ചൊടിയും ചുണയും ഒക്കെ വേണം ഇതിന്. സ്വന്തം അമ്മയുടെ പേരെഴുതിയ കുറിപ്പ് തന്നെ കിട്ടുന്ന ചില ഭാഗ്യവാന്മാരുണ്ട്. അമ്മേ അമ്മേ വേഗം വന്നാട്ടെ. അവർ എണിയിൽ നിന്നും ചാടിയിറങ്ങി വിളിച്ചു കൂവും. അമ്മയെ പിടിക്കാൻ ഓട്ടത്തിൽ കാഴ്ചക്കാരും ശ്രദ്ധാപൂർവം സഹകരിക്കണം. തങ്ങളുടെ പേര് വിളിച്ചേക്കുമെന്ന് മുന്നറിയിപ്പൊന്നും ആർക്കും ഉണ്ടായിരിക്കില്ല. പായയിൽ നിന്നും ബെഞ്ചിൽ നിന്നുമൊക്കെ ചാടി എണീറ്റ് ഏതെങ്കിലും ഒരു ടോമോ വിദ്യാർത്ഥി തങ്ങളെ കാത്തു നിൽക്കുന്നിടത്തേക്ക് ആവുന്നത്ര വേഗത്തിൽ ഓടിയെത്താനും ആ കുട്ടിയോടൊപ്പം കൈകോർത്ത് പിടിച്ച് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിക്കാനും ഏതൊരാളും എപ്പോഴും തയ്യാറായിരിക്കണം. അതിനാൽ ഏതെങ്കിലും ഒരു കുട്ടി തങ്ങളെ സമീപിക്കുന്നത് കാണുമ്പോൾ ആരെയാണോ വിളിക്കുന്നതെന്ന ഉത്കണ്ഠയോടെ വലിയ പത്രാസുകാരായ അച്ഛന്മാർ പോലും ശ്വാസമടക്കി കാത് കൂർപ്പിച്ചായിരിക്കും ഇരിക്കുക. അലസമായി സ്വറ പറഞ്ഞിരിക്കാനോ അതും ഇതും കുറിച്ചിരിക്കാനോ അവസരമുണ്ടായിരുന്നില്ല. മത്സരങ്ങളിൽ കുട്ടികളുടെ അത്രയും തന്നെ പങ്കാളിത്തമുണ്ട് മുതിർന്നവർക്കും. വടംവലി മത്സരത്തിൽ കൊബയാഷി മാസ്റ്ററും മറ്റ് അധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും. വടം ആഞ്ഞു വലിച്ച് ഏയ് ഹോ ഹേയ് ഹോ എന്ന ആർപ്പുവിളിയുമായി. വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത യാസ്വാക്കിച്ചാനെ പോലുള്ള വികലാംഗരായ കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും. വിജയികളെ നിർണയിക്കാനായി അവർ വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും. സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും ടോമോയിൽ വ്യത്യസ്തമാണ്. ആരും ദീർഘദൂരം ഓടേണ്ടതില്ല. അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ച് താഴേക്കും ഓടിയാൽ ഒരാളുടെ ഊഴം അവസാനിച്ചു. ഒറ്റനോട്ടത്തിൽ തികച്ചും നിസ്സാരമെന്ന് തോന്നാം. പക്ഷേ പടവുകൾ അസാധാരണമാം വിധം നേർത്തതും ഇടുങ്ങിയതുമാണ്. മാത്രമല്ല ഓരോ കാൽവെൽപ്പിലും ഒന്നിലേറെ പടികൾ ചാടിക്കടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. നീളക്കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കാലുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ. വിശ്രമവേളകളിൽ കുട്ടികൾ അശ്രദ്ധരായി ചാടിമറിഞ്ഞു നടക്കാറുള്ള സുപരിചിതമായ പടവുകൾക്ക് കായികമേളയുടെ അന്ന് കൈവരുന്ന അപൂർവ വിശുദ്ധി വല്ലാത്തൊരു തമാശയാണ്. ഏറ്റവും മുകളിലെത്തിയതും കൂടി കൂട്ടിയാൽ ആകെ 8 പടവുകൾ. ആവേശം നിറഞ്ഞ ആർപ്പുളികളോടെ അവർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും. അകലെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങി മറയുന്ന ഒരു കാലിഡോസ്പിക്കോ എന്ന പോലെ ആ മനോഹര ദൃശ്യവും അനുഭവപ്പെടുക. ടോട്ടോച്ചാന്റെയും 1ാം തരത്തിലെ മറ്റു കൂട്ടുകാരുടെയും പ്രഥമ കായികമേളയായിരുന്നു അത്. മാസ്റ്റർ പ്രതീക്ഷിച്ച പോലെ തന്നെ അവർക്കത് ആസ്വാദ്യകരമായി തീരുകയും ചെയ്തു. വിവിധ നിറത്തിലുള്ള കൊടിതോരണങ്ങൾ, വർണ്ണക്കടലാസിൽ കുട്ടികൾ തലേന്ന് തീർത്ത നക്ഷത്രങ്ങൾ, ആവേശമുണർത്തിക്കൊണ്ട് ഗ്രാമഫോൺ റെക്കോർഡുകളിൽ നിന്ന് ഉതിരുന്ന മാർച്ചിങ് സോങ്ങുകൾ, എല്ലാം കൊണ്ടും ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു. നേവി ബ്ലൂ നിറത്തിലുള്ള നിക്കറും വെളുത്ത ഉടുപ്പുമായിരുന്നു ടോട്ടോച്ചാന്റെ വേഷം. പക്ഷേ അവൾക്കിഷ്ടം കായിക താരങ്ങളുടെ പ്രത്യേകതരം ഷോർട്സ് ധരിക്കാനായിരുന്നു. കുറെ കാലമായി അവൾ ആ ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുകയാണ്. ഒരിക്കൽ സ്കൂൾ സമയം കഴിഞ്ഞ് കൊബയാഷി മാസ്റ്റർ കിൻഡർ ഗാർഡൻ അധ്യാപകരെ യൂറിത്മിക്സ് പരിശീലിപ്പിക്കുന്നത് കൊച്ചു ടോട്ടോ കാണാനിടയായി. ചില വനിതാ അധ്യാപകർ അണിഞ്ഞിരുന്ന അത്ലറ്റിക് വേഷം അവളെ വല്ലാതെ ആകർഷിച്ചു. ആ സ്ത്രീകൾ മെല്ലെ ചൂടുവയ്ക്കാൻ തുടങ്ങുന്നതനുസരിച്ച് ഷോർട്സിന് താഴെയായി അവരുടെ കീഴ്ത്തുടകൾ താളചാരുതയോടെ ഓളം വെട്ടുന്നു. ധൃതി പിടിച്ച വീട്ടിലെത്തിയ ടോട്ടോച്ചാൻ തന്റെ ഷോർട്സ് എടുത്ത് അണിഞ്ഞിട്ട് താളം ചുവട്ടാൻ തുടങ്ങി. പക്ഷെ അവളുടെ കുഞ്ഞുകാലുകൾ അല്പം പോലും ഉലഞ്ഞില്ല. അതാ അവരുടെ നിക്കറിന്റെ വേലയായിരിക്കും. പലതവണ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ അവളൊരു നിഗമനത്തിലെത്തി. അവരുടെ അപൂർവ വസ്ത്രങ്ങളെക്കുറിച്ച് കൊച്ചുടോട്ടോ അമ്മയോട് ചോദിച്ചു. കായിക താരങ്ങൾ ധരിക്കുന്ന അത്ലറ്റിക് ബ്ലൂമേഴ്സ് ആണ് അവയെന്നായിരുന്നു അമ്മയുടെ വിശദീകരണം. നിങ്ങളുടെ സ്കൂളിലെ കായിക ദിനത്തിനെ എനിക്കും അത്ലറ്റിക് ബ്ലൂമേഴ്സ് വേണം ട്ടോ, അമ്മയോട് അവൾ തർപ്പിച്ചു പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാനാണ്, അവളുടെ വലുപ്പത്തിലുള്ള
അത്തരമൊന്ന് എത്ര അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. അങ്ങനെയാണ് ഓളം തെറ്റുന്ന സംവിധാനമില്ലാത്ത തന്റെ സദാ ഷോർട്സ് തന്നെ അന്നേ ദിവസം അവൾക്ക് അണിയേണ്ടി വന്നത്. കായികമേളയിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന ചിലത് സംഭവിച്ചു. ഇത്തിരിയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ തകാഹാഷി എല്ലാ ഇനത്തിലും ഒന്നാമതെത്തി. അത് അവിശ്വസനീയമായിരുന്നു. മറ്റുള്ളവർ കരിമീൻ തടിയന്റെ വയറ്റിൽ കിടന്ന് നട്ടം തിരിയുമ്പോഴുണ്ട് തകാഹാഷി ഞൊടി നേരം കൊണ്ട് പുറത്തെത്തുകയായി. കൂടെയുള്ളവർ ഏണിപ്പലികൾക്കിടയിലൂടെ നുഴഞ്ഞുകയറ്റം ആരംഭിച്ചതേയുള്ളൂ. അവനതാ തിരിച്ചിറങ്ങി. ഏതാനും വാര പിന്നിട്ട് കഴിഞ്ഞിരുന്നു. അസംബ്ലി മന്ദിരത്തിന്റെ പടവുകൾ റിലേ ഓട്ടക്കാർ ഓരോ ചൂടിന്റെ ഓരോ പടിയെന്ന നിയമം പാലിക്കാൻ പാടുപെടുകയായിരുന്നു. തന്റെ കുരുടിച്ച കാലുകൾ ഒരു കുതിരയെപ്പോലെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ തകാഹാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയി. സിനിമയിലെ ദ്രുതചലനങ്ങളിലെ ദൃശ്യങ്ങൾ എന്ന പോലെ അടുത്ത നിമിഷത്തിൽ താഴേക്ക്. ഈ തകാഹാഷിയെ ഒന്ന് തോൽപ്പിക്കാൻ ഞങ്ങൾ നന്നേ നോക്കി ട്ടോ. പറ്റില്ല. ഏവർക്കും ഒരേ അഭിപ്രായമായിരുന്നു. അവനെ തോൽപ്പിക്കാനുള്ള വാശിയോടെ മറ്റു കുട്ടികൾ തങ്ങളുടെ കഴിവിന്റെ പരമാവധി അധ്വാനിച്ചു. അധ്വാനം മിച്ചം. ഓരോ തവണയും വിജയം അവന് തന്നെ. ടോട്ടോച്ചാനും കഠിനമായി ശ്രമിക്കാതിരുന്നില്ല. പക്ഷെ അവൾക്കൊരിക്കലും അവനെ പരാജയപ്പെടുത്താനായില്ല. വെറുതെ നീട്ടിപ്പിടിച്ചുള്ള ഓട്ടമായിരുന്നെങ്കിൽ അവനെ പിന്നിലാക്കാൻ അവർക്കൊക്കെ കഴിയുമായിരുന്നു. പക്ഷേ കടമ്പകൾ കടക്കേണ്ട ഒരിനത്തിൽ അവർ അടിയറവ് പറയുകളെ നിവൃത്തിയുള്ളൂ. ഒരു വീരനായകന്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തകാഹാഷി സമ്മാനങ്ങൾ സ്വീകരിക്കാൻ എത്തിയത്. എല്ലാറ്റിനും ഒന്നാമനായതിനാൽ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കിക്കോളൂ, തകാഹാഷിയെ ഞാൻ തോപ്പിക്കും, അടുത്ത കൊല്ലം ആവട്ടെ, ഓരോരുത്തരും സ്വയം പറഞ്ഞു. പക്ഷേ പിന്നീടുള്ള കൊല്ലങ്ങളിലും കായിക ദിനത്തിലെ സൂപ്പർ സ്റ്റാർ തകാഹാഷി അല്ലാതെ മറ്റാരുമായിരുന്നില്ല. സമ്മാന വിതരണത്തിലുമുണ്ട് മാസ്റ്ററുടേതായ സവിശേഷ രീതികൾ. ഒന്നാം സമ്മാനം ഒരു തടിയൻ നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങ. രണ്ടാം സമ്മാനം 2 ഉരുളക്കിഴങ്ങ്. മൂന്നാം സമ്മാനം ഒരു പിടി ചീര. ഇങ്ങനെയൊക്കെയാണ് കുറച്ച് വലുതാവും വരെ ടോട്ടോച്ചാൻ ധരിച്ചിരുന്നത്. എല്ലാ സ്കൂളുകളിലും കായിക ദിനത്തിന്റെ സമ്മാനം ഇതേമാതിരി പച്ചക്കറി ഇനങ്ങൾ തന്നെയായിരിക്കുമെന്നാണ്. അക്കാലത്ത് മിക്ക സ്കൂളുകളിൽ നടപ്പിലിരുന്ന സമ്മാനങ്ങൾ നോട്ട്ബുക്ക്, പെൻസിൽ, റബ്ബർ തുടങ്ങിയവയൊക്കെയാണ്. ടോമോ വിദ്യാർത്ഥികൾക്ക് അക്കാര്യം അജ്ഞാതമായിരുന്നെങ്കിലും പച്ചക്കറി സമ്മാനത്തോട് അവർക്കത്ര തൃപ്തി തോന്നിയില്ല. ടോട്ടോച്ചാന്റെ കാര്യം തന്നെ എടുക്കാം. അവൾക്ക് കുറെ ഉരുളക്കിഴങ്ങുകളും ഉള്ളിയും ചീരയും ഒക്കെ കിട്ടി. അയ്യേ, തീവണ്ടിയിൽ ഇതുകൊണ്ട് എങ്ങനെയാ കേറുക? അവളാകെ ആശയക്കുഴപ്പത്തിലായി. കുറെ അധികം സമ്മാനങ്ങൾ മറ്റു പലതിന്റെയും പേരിൽ വിതരണം ചെയ്യപ്പെട്ടിരുന്നു. ചുരുക്കത്തിൽ വൈകുന്നേരമായപ്പോൾ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി ഇനങ്ങൾ ലഭിക്കാത്ത ടോമോ വിദ്യാർത്ഥികൾ ഇല്ലെന്നായി. അവർ അതും ചുമന്ന് അങ്ങനെ മിഴിച്ചു നിന്നു. ഇതും കൊണ്ട് എങ്ങനെ വീട്ടിലേക്ക് പോകും? കുട്ടികൾ പരസ്പരം ചോദിച്ചു. വീട്ടിൽ നിന്ന് അമ്മ പച്ചക്കറി വാങ്ങാൻ അയച്ചാണെന്നേ കാണുന്നവർ കരുതുകയുള്ളൂ. എങ്കിലും സ്കൂളിൽ നിന്ന് ചേനയും ചേമ്പും ചീരയുമൊക്കെ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നതിലെ വൈചിത്രവുമായി അവർക്ക് പൊരുത്തപ്പെടാനായില്ല. ഒരു തടിയൻ കുട്ടി തനിക്ക് കിട്ടിയ ക്യാബേജുമായി അന്തം വിട്ടു നിൽക്കുകയാണ്. ഈ വലിയ ക്യാബേജും കൊണ്ട് ഞാൻ എങ്ങനെയാ? അവൻ പറഞ്ഞു. ഞാനിത് എവിടെയെങ്കിലും വലിച്ചെറിയാൻ പോവാ. കൊബയാഷി മാസ്റ്റർ പരാതികളെ കുറിച്ച് കേട്ടു. ചേനയും ചീരയും പടവലങ്ങയും ഒക്കെ പേര് നിൽക്കുന്ന കുട്ടികളുടെ ചാരത്തേക്ക് അദ്ദേഹം ചെന്നു. എന്താ എല്ലാവരുടെയും മുഖത്തൊരു വാട്ടം? ഇതൊന്നും വേണ്ടേ? ചെറുചിരിയോടെ അദ്ദേഹം തുടർന്നു. വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ കൊടുക്കുക. ഇന്ന് രാത്രി അത്താഴത്തിന് ഇതൊക്കെ കറി വെച്ച് തരാൻ പറയാ. ഈ പച്ചക്കറികളെ നിങ്ങൾ സ്വയം സമ്പാദിച്ചതാണ്. വീട്ടിലെല്ലാവരുടെയും ഭക്ഷണത്തിലുള്ള വക നിങ്ങൾ ഒറ്റയ്ക്ക് അധ്വാനിച്ചുണ്ടാക്കിയിരിക്കുന്നു. നോക്ക്, അതൊരു വലിയ കാര്യമല്ലേ? അല്പം സ്വാദ് കൂടുതലുണ്ടാവുമെന്ന് ഞാൻ ഉറപ്പു തരാം. അതെ, അത് സത്യമായിരുന്നു. ടോട്ടോച്ചാൻ ഇന്നേ വരെ അത്താഴത്തിന് എന്തെങ്കിലും സ്വന്തമായി സമ്പാദിച്ചിട്ടില്ല. ഇത് ആദ്യത്തെ അനുഭവമാണ്. ഞാൻ അമ്മയോട് പറയുമല്ലോ,
ഉരുളക്കിഴങ്ങ് വരട്ടി നല്ല രുചിയുള്ള തോരൻ വെച്ച് തരാൻ. പിന്നെ തുടരൻ മാസ്റ്റർ നോക്കിക്കൊണ്ട് തുടർന്നു. പിന്നെ ഉള്ളി കൊണ്ട് അതെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. ഇതിനിടെ തങ്ങൾക്ക് വേണ്ട വിഭവങ്ങളെക്കുറിച്ച് മറ്റു കുട്ടികളും ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു. ഏവരും പദ്ധതികൾ മാസ്റ്റർക്ക് വിശദീകരിച്ചു കൊടുത്തു. അദ്ദേഹം എല്ലാം സശ്രദ്ധം കേട്ടു. കൊള്ളാം, എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആഹ്ലാദം കൊണ്ട് അദ്ദേഹത്തിന്റെ മാംസളമായ കവളുകൾ തുടുത്തിരുന്നു. ഇങ്ങനെ ആയിരിക്കണം അദ്ദേഹം ചിന്തിച്ചത്. കുട്ടികളും അവരുടെ വീട്ടുകാരും ഈ പച്ചക്കറി കഴിച്ചുകൊണ്ട് കായിക ദിനത്തിലെ മുഹൂർത്തങ്ങളെക്കുറിച്ച് സംസാരിക്കുമെങ്കിൽ എത്ര നന്നായിരുന്നേനെ. സംശയമില്ല, ഒന്നാം സമ്മാനം കൊണ്ട് നിറഞ്ഞ തീന്മേശക്കരിയിലെ തകാഹാഷിയെക്കുറിച്ചായിരിക്കണം അദ്ദേഹം കൂടുതൽ ആലോചിച്ചത്. ജേതാവായി മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ആ മുഹൂർത്തത്തിലെ അഭിമാനാഹ്ലാദങ്ങൾ അവനിപ്പോൾ ഓർക്കുന്നുണ്ടാവണം. ആ ഓർമ്മ താൻ ഇനി വളരില്ലെന്നുള്ള ദയവില്ലാത്ത യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്ന കൊടിയ അപകർഷതാബോധത്തിൽ നിന്ന് അവനെ അല്പമെങ്കിലും കരകയറ്റിയിരിക്കണം. ഇതൊക്കെയാണോ മാസ്റ്റർ ആഗ്രഹിച്ചിരിക്കുക? ഒരുപക്ഷെ ആർക്കറിയാം, തകാഹാഷിയുടെ വിജയത്തിനു വേണ്ടി തന്നെ ഏകപക്ഷീയമായി അദ്ദേഹം കണ്ടുപിടിച്ചതാവാം ടോമോ ശൈലിയിലുള്ള ആ പ്രത്യേക ഇനങ്ങൾ.